صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. وقال النبي صلى الله عليه وسلم الجمعة إلى الجمعة كفارة لما بينهم أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടെല്ലാം കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇതിന്റെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലേക്ക് താൽക്കാലികമായി അയച്ചതാണ്. കാലാകാലമായ തീരാത്ത ജീവിതം ആഖിറത്തിൽ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജീവിതം ഒരിക്കലും അവസാനിച്ചു പോകുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് മനുഷ്യന്റെ ജസദ്, ശരീരം. മറ്റൊന്ന് റൂഹാണ്. റൂഹ് നഷ്ടപ്പെട്ടാൽ നമ്മൾ അയാളെ മരിച്ചു എന്ന് പറയും. റൂഹ് ഉണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം സത്യത്തിൽ ഇതൊരു കൂടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവരണമാണ് ജിസ്മ് എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ ജീവിതം ഒരിക്കലും തീർന്നു പോകുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ റൂഹ് നശിച്ചു പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുന്നുണ്ട്, യസ്അലൂനക അനി റൂഹ്. നബിയെ, തങ്ങളോട് റൂഹിനെ കുറിച്ച് ചോദിക്കും ആൾക്കാർ. യസ്അലൂനക, തങ്ങളോട് ചോദിക്കും, അനി റൂഹ്, റൂഹിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ തങ്ങൾ എന്താ മറുപടി പറയണ്ടേ? ഖുലി റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്റെ റബ്ബിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്, അമ്രിൽപ്പെട്ടതാണ്. എന്നുവെച്ചാൽ അല്ലാഹുമായി ബന്ധപ്പെട്ടതാണ് റൂഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമായി ബന്ധപ്പെട്ടതിന് നാശമുണ്ടാവും. പിന്നെന്താണ് സംഭവിക്കുന്നത്? ഓരോരോ ഘട്ടങ്ങൾ മാറി മാറി പോവുകയാണെന്ന് മാത്രം. ആലമുൽ അർവാഹിൽ നിന്ന്, റൂഹുകളുടെ ലോകത്ത് നിന്ന് ആലമുൽ അർഹാമിലേക്ക്, അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭാശയങ്ങൾ, അതിലേക്ക് വന്നു. അവിടെ ഒരു നിർണിതമായ അവധി കഴിഞ്ഞു. അവിടെ ആ അവധി പൂർത്തിയായാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാലയളവ് ഗർഭാശയത്തിൽ നമ്മൾ താമസിപ്പിക്കുന്നു. എത്രയാണ് അതെന്ന് ആർക്കേ അറിയുള്ളൂ? അതൊക്കെ മാത്രമേ അറിയുള്ളൂ. എത്ര നിൽക്കണം, ഈ കുട്ടി എത്ര സമയം നിൽക്കണം, 8ാം മാസത്തിൽ പ്രസവിക്കണോ വേണ്ടത് ആര് തീരുമാനിക്കും? അതാണ് അല്ലാഹു പറഞ്ഞു, നാം അതിനെ സ്ഥിരപ്പെടുത്തും. ഗർഭാശയങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. പിന്നെ കുട്ടിയായിട്ട് പുറപ്പെടുവിക്കുന്ന പറഞ്ഞത്, കുട്ടി വരും എന്നല്ല പറഞ്ഞത്, അല്ലാഹു പുറത്തേക്കാവും. അപ്പൊ പിന്നെ അടുത്ത ലോകം ആലം ദുനിയായ ഈ കാണുന്ന ലോകം. ഇപ്പൊ നമ്മള് ആലമുൽ അർവാഹിൽ നിന്ന് റൂഹ് വന്ന് ഗർഭാശയത്തിൽ വന്നു, അടുത്ത സ്റ്റേജിലെത്തി. ആലം ദുനിയയിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് ലോകങ്ങൾ കാണാനുണ്ട്. ആലമുൽ ബർസഖ് ഉണ്ട്, ആലമുൽ ആഖിറത്ത് മഹ്ശറുണ്ട്. പിന്നെ അവിടുന്നാട്ട് സ്വർഗം, നരകം, ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇപ്പൊ നമ്മൾ 2ാം സ്റ്റേജിലുള്ളത്, അല്ലെങ്കിൽ 3ാം സ്റ്റേജിൽ. അർവാഹിൽ നിന്ന് അർഹാമിൽ, പിന്നെ ദുനിയാവ്. ഇത് അവസ്ഥകളിലേക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
ശരീരം അതിങ്ങനെ വളർന്നു വന്ന് അതിന്റെ നിർമ്മിത സമയമാകുമ്പോൾ അതിന് വലിച്ചൂരും, അടുത്ത സ്ഥലത്ത് അതിനെ നിക്ഷേപിക്കും. ഇത് ഒരു ജസദ്, ഈ ശരീരം അത് മണ്ണ് കൊണ്ടേറ്റിടും, അത് തീർന്നു പോകും. അതിന്റെ രീതി ഇതാണ്. റൂഹ് അപ്പോഴും നശിക്കുന്നില്ല, തീരുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറുദുവില് അറബിയിലൊക്കെ സാധാരണ മരിക്കണേന് വലിയ മഹത്തുക്കൾ, ഉലമാക്കൾ, വലിയ മഹൽ വ്യക്തിത്വങ്ങളൊക്കെ മരിച്ചാൽ അറബി പത്രങ്ങളോ അല്ലെങ്കിൽ അറബിയിലോ ഉറുദുവിലൊക്കെ എഴുതൽ, അറബിയിൽ എഴുതൽ ഇത്തഖല ഇലാ റഹ്മത്തില്ല, ഇതാണ് ഹെഡിങ് ഉണ്ടാകുക. ഇത്തഖല ഇലാ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങി എന്ന് വെച്ചാൽ പോയതല്ല, ഇവിടുന്ന് വേറെ റഹ്മത്തിൽ പോയി. ഇന്തിഖാൽ ഹോഗയാണ് ഉറുദുവിൽ പറയുന്ന ആൾ മരിച്ചോ, ഇന്തിഖാൽ ഹോഗയ, അയാൾ ഇവിടുന്ന് നീങ്ങിപ്പോയി, അയാൾ എന്തായിട്ടില്ല, മരിച്ചതല്ല, ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. ഇതാണ് റൂഹിന്റെ അവസ്ഥ. നമ്മളും അതിലേക്ക് നടന്ന് നീങ്ങാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമുള്ള ആഖിറത്തിലാണ്. അവിടെ ഒരു മനുഷ്യൻ സുഖത്തിലായി കിട്ടിയാൽ പിന്നെ അവനക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ അന്തക്കാക്കട്ടെ അവിടെ നഷ്ടത്തിലായാൽ പിന്നെ ഒരിക്കലും അവർക്ക്, അതാണ് ഇതിന്റെ ചെന്ന് ചേരേണ്ട സ്ഥലം. ഇമ്മാഫിൽ ജന്നതി വ ഇമ്മാഫിൻ നാർ, ഒന്നുകിൽ സ്വർഗത്തിൽ ചെന്ന് ചെയ്യും, അല്ലെങ്കിൽ നരകത്തിൽ ചെന്ന് ചെയ്യും. ഇതുണ്ടാക്കേണ്ടതാരാണ്? സ്വർഗത്തിലേക്ക് പോകേണ്ടതാരാണ്? റൂഹിനെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട പണി അത് നമ്മളെ ഏൽപ്പിച്ചതാണ്. റൂഹിനെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള പണി അത് ആര് ചെയ്തതെന്ന് നോക്കിയിട്ടാണ്, നമ്മൾ ചെയ്തത് നോക്കിയിട്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. മനുഷ്യന്റെ കർമ്മങ്ങൾ, അവന്റെ ഈമാൻ, അവന്റെ അമലുകൾ, അത് നോക്കിയിട്ടാണ് അവന്റെ സ്വർഗ നരകങ്ങൾ തീരുമാനമാക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രക്കാണ് ഇസ്ലാം വഴി കാണിച്ചു തരുന്നത്. ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടു, നരകവും സൃഷ്ടിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു സ്വർഗം പോയി നോക്കാൻ വേണ്ടിയിട്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം പോയി നോക്കിയപ്പോ സ്വർഗത്തിലേക്കുള്ള വഴികളൊക്കെ ഭയങ്കര പ്രയാസമാണ്. സ്വർഗം ഭയങ്കര ഹരൻ. നരകം പോയി നോക്കി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ എല്ലാ അടിമകളും സ്വർഗത്തിൽ പോകും, ഒറ്റ കുട്ടി നരകത്തിൽ പോകില്ല. പിന്നെ അല്ലാഹു തആല അതിലേക്കുള്ള വഴികളെ അതിനെ ആവരണം ചെയ്തു. സ്വർഗത്തിന്റെ വഴികൾ അതിനെ ആവരണം ചെയ്തു, നരകത്തിന്റെ വഴികൾ അതിനെ ആവരണം ചെയ്തു. അങ്ങനെ വഴികളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വ ഹുഫ്ഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കിയിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ പോകാൻ ഭയങ്കര പണിയാണ്, നരകത്തിൽ പോകാൻ ഭയങ്കര രക്ഷപ്പെടലും ഭയങ്കര പണിയാണ്. എന്താ ചെയ്തത്? ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, വെറുപ്പുള്ള പ്രയാസകരമായ കാര്യം കൊണ്ട് സ്വർഗത്തിനെ ആവരണം ചെയ്തിട്ട്. എന്നുവെച്ചാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ പ്രയാസകരമായ, മനസ്സിന് ഇഷ്ടപ്പെടാത്ത പല വഴികളും താണ്ടേണ്ടി വരും. ഇച്ഛകളെ കൊണ്ട് നരകത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ മൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇച്ഛകൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ ആളെവിടെത്തും? ആള് നേരെ നരകത്തിലെത്തും. മനുഷ്യന്റെ ശരീരത്തിന് ഇഷ്ടമുള്ള പരിപാടികൾ ചെയ്താൽ ആളെവിടെ എത്താം? ആള് നരകത്തിലെത്തും. അതുകൊണ്ട് നല്ല അധ്വാനം, നല്ല പരിശ്രമം ആവശ്യമുള്ള സ്ഥലമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും വേണ്ടി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, അതിന് നല്ലൊരു അധ്വാനത്തിന്റെ ആവശ്യം, ഒരു ഭയങ്കര അധ്വാനം. നമുക്കറിയാം, ദുനിയാവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വെണ്ട അല്ലെങ്കിൽ ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു പച്ചമുളക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പച്ചക്കറിന്റെ ഒരു സാധനം നമ്മൾ അതിനെ കുഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ എത്ര മെനക്കെടാണ് കിട്ടാൻ. ദുനിയാവിൽ ഒരേ അരിയില്ലാത്ത മരിയുള്ള പുഴുക്കൾ മുഴുവൻ പേരുടെ ഇവനാണ് ആ ഇലക്കല്. അതിന്റെ ഇലക്കര തിന്നുക, അതുപോലെ ഭയങ്കര അരം. അടപ്പുറത്ത് നിറച്ച് കമ്മ്യൂണിസ്റ്റ് അതിനെ തൊടൂല, അവിടെ വള്ളികളുണ്ട്, അത് തൊടൂല. പക്ഷെ ഇത് കുഴിച്ചിട്ട് അതുപോലെ ഫുള്ള് മെനക്കെടുന്നതാണ്. അവരെന്തോ കരാറെടുത്ത മൈ. പിന്നെ എല്ലാ വണ്ടിമേലും വന്ന് കയറുന്ന ടൈമില് ഒന്നും ഉണ്ടാവില്ല. മട്ടൽ വെക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അപ്പന്നൊക്കെല്ല വെക്കല്, എന്നൊക്കെ വെക്കല് ആ മുളുതൈന്റെ തലമൊക്കെ വേണ്ടി പിന്നെ വെച്ചിടണം. ഇങ്ങനെ മെനക്കിടുക. ഒരു കർഷകൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത് കുറച്ചു ദിവസം കഴിഞ്ഞാല് കാട് കൂടി അതിന്റെ വളമൊക്കെ വേറെ ടീം വെച്ചെടുത്ത് അവസാനം വള്ളിയൊക്കെ വന്ന് മുളകൊക്കെ ചുറ്റി ആകെ ഒന്നും കാണാണ്ടാവില്ല. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് മാഷാ അല്ലാഹ് ഒരു കേടും പറിച്ചിട്ടാലും കൂടി എന്ത് ചെയ്യൂല, പോകില്ല. രണ്ടാമത് 2 ദിവസം കഴിഞ്ഞാൽ അങ്ങനെ വരണം.
തൊട്ടവാടി അങ്ങനെ വരുന്നത് കാണാം. ഒരു മെനക്കെടുമില്ല. റോസ് ഉണ്ടാവില്ല, അങ്ങനെ മുള്ളുണ്ട് രണ്ടുപേരും, പക്ഷെ തൊട്ടവാടി ഉണ്ടാവും, ഉണ്ടാവില്ല. എവിടുന്ന് ആര് കുത്തി കൊണ്ടാലും എന്റെ പറമ്പിൽ വരരുതേന്ന് വിചാരിച്ച് യാസീൻ ഊതിയാലും ആര് വരും? അത് വരും. എന്താണ് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനം അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് വളർന്നുകൊണ്ടിരിക്കും. ബാത്തിൽ ഇതേപോലെ ബാത്തിൽ വെറുതെ ഉണ്ടാവും. ബാത്തിൽ ഒരു കണ്ടെയ്നർ കഞ്ചാവൊക്കെയാണ് കുടിക്കുന്നത്. എവിടെ പോയി ഞാൻ പൊന്നാര ഇടവർ പോയപ്പോൾ ഒരു പത്രം ഇങ്ങനെ കിടക്കട്ടെ, വെറുതെ നോക്കിയപ്പോൾ ഒരു കണ്ടെയ്നർ കഞ്ചാവ് കുടിച്ചു. അയാൾ വിളിച്ചു നോക്കിയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കണ്ടെയ്നർ ഒന്നും പോരാ, അവിടുത്തെ ഉപയോഗം അനുസരിച്ച്. കാരണം അരിയൊക്കെ വലിയ ലോഡ് കണക്കിന് വരുന്നുണ്ട്. ആളുകൾ അരി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. കഞ്ചാവ് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, അതിന്റെ വേറെ ഹഷീഷ്, വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. സിറിഞ്ചിലൊക്കെ ആക്കി കുത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ MLT കോഴ്സിന് 3 കൊല്ലോ 2 കൊല്ലമൊക്കെ പഠിച്ച ഈ നഴ്സിംഗിന് പഠിച്ച ചെക്കന്മാരോ ചെക്കത്തികളൊക്കെ നമ്മളൊന്ന് ഷുഗർ ചെക്ക് ചെയ്യണമെന്ന് കൊണ്ടേ കൊടുത്താൽ 3 പ്രാവശ്യം 5 പ്രാവശ്യം ഒക്കെ കുത്തും. നിരപ്പിട്ടൂല. അങ്ങനെ കുത്തിരി തൊയിനൊക്കെ കാണാം. അങ്ങനെ നിരപ്പിട്ടായിട്ട് ഈ ചെക്കന്മാര് സ്കൂളിൽ തന്നെ പോയില്ല, 4ാം ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ളൂ. ഓരോ വളരെ കൂളായിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇവിടെ കെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇവർക്ക് കിട്ടാത്തത്. ഓരോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മലന്റെ സൈഡിൽ തോടിന്റെ കല്ലുമൊന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വളരെ കൂളായിട്ട് നിരപ്പെടുത്ത് കുത്തുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് വിദ്യാഭ്യാസത്തിനൊന്നും ആവശ്യമില്ല. ബാത്തിൽ എല്ലാം എളുപ്പമാണ്. ഇതാണ് എന്ന് പറഞ്ഞത്. ഇച്ഛകളിലേക്കുള്ള വഴികൾ എളുപ്പമാണ്. ആരും പണിയെടുക്കണ്ട. ഒരു പാട്ട് പഠിക്കാൻ ഒരു മെനക്കെടില്ല. ബസ്സിൽ 2 പ്രാവശ്യം ആട്ടപ്പെട്ട പോയാൽ മതി, 2 പ്രാവശ്യം ഒന്നും കേട്ടാൽ മതി. ഹിന്ദിയാണ്, നമ്മളെ അർത്ഥം കൂടി അറിയില്ല, എന്നാലും പഠിച്ചു. പക്ഷെ ഖുർആൻ എന്തെങ്കിലും ഫജ്റൊക്കെ പഠിച്ചില്ലെങ്കിൽ അത് ഫുള്ള് 2 ആഴ്ച പൊതിയില്ലെങ്കിൽ അതിന് പോയെന്ന് വഴി തന്നെ കാണുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ വേണ്ടാത്തത് വേഗം കയറാനുള്ള സംവിധാനം ഉണ്ടാക്കിയതും പഠിച്ചവനാണ്. വേണ്ടത് അധ്വാനിച്ചേ കയറൂ എന്ന് സംവിധാനം ഉണ്ടാക്കിയത് ആരാണ്? എന്തിനാണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മരണവും ജീവിതവും നൽകിയത്. നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ എന്താവും? ഈ മെനക്കെട്ടിട്ട് ആരാണ് ഈ അമലുകൾ ഉണ്ടാക്കുന്നത്? ആരാണ് സ്വർഗത്തിന്റെ വഴി തേടുന്നത്? അല്ലാണ്ട് സ്വർഗത്തിന്റെ വഴികളുടെ എളുപ്പാക്കിയാൽ എല്ലാവരും എളുപ്പമല്ല. അധ്വാനിച്ചിട്ട് പോകട്ടെ, സ്വന്തം തെരഞ്ഞെടുക്കട്ടെ. സുബഹിന്റെ സമയത്ത് നല്ല ഉറക്കാണ്. ആ സമയത്ത് അള്ളാഹു ബാങ്ക് നിശ്ചയിച്ച് അള്ളാഹ്ക്കാരെ 8 മണിക്ക് വെച്ചാൽ മതി. സുബഹി മെനക്കെടുത്തൊന്നും വേണ്ട. പക്ഷെ അള്ളാഹു ആഗ്രഹിക്കുന്നത് സുബഹിന്റെ സമയത്ത് 4:50 അല്ലെങ്കിൽ 5 മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ആര് എഴുന്നേക്കും? ആര് വരും? അപ്പൊ 4 റക്അത്ത് നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. പക്ഷെ അള്ള പറയണം ആരാണ് ഇതിന് ആളുള്ളത്? ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മനുഷ്യർ പ്രവർത്തിക്കുമ്പോൾ അതിന് അധ്വാന പരിശ്രമത്തിന്റെ ആവശ്യം ഉണ്ടാവും. അധ്വാനിക്കാതെ നടക്കൂല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ഒരു വൈറസ്, ഒരു കൊറോണ വൈറസ് ലോകവ്യാപകമാക്കിയതും അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ചൈനക്കാരനോ ട്രംപോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചങ്ങായാണെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട. ഇതിന്റെ ആര് എന്ത് ബാങ്ക് കളിച്ചാൽ ഇതിന്റെ ഒരു ഉടമസ്ഥനുണ്ട്. ആരാണ്? അത് അല്ലാഹുവാണ്. അല്ലാഹ് എന്തിനാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയത്? മനുഷ്യനെ പരീക്ഷിക്കാനാണ്. നമ്മളിങ്ങനെ ഈമാനുള്ളവര് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇറക്കത്തേക്ക് വണ്ടി പോണമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും നമ്മള് അതിന്റെ ഇടയിൽ ഇതാ വന്നു, ഒന്ന് ബ്ലോക്ക് ആക്കി, പള്ളിയൊക്കെ ഒന്ന് അടപ്പിച്ചു, ഒന്ന് ഇനി അന്ത നോക്കുകയാണ് ആരൊക്കെയാണ് പള്ളിക്ക് വരിക, ആരൊക്കെയാണ് ജിംനാസ്കരിക്കുക, ആരൊക്കെയാണ് ബാക്കിയുള്ള നിസ്കാരങ്ങൾക്ക് പള്ളിയിലുണ്ടായ. ഇത് നോക്കാനുള്ളതാണ്. ഇതിൽ ഏകദേശം പള്ളികൾ മൊത്തം ഖാലിയാണ്. 100 ആൾക്ക് വന്നാൽ എന്താ കാട്ടുക, 200 ആൾ വന്നാൽ എന്താ കാട്ടുക? വ്യാഴാഴ്ച വൈകുന്നേരം പള്ളി കമ്മിറ്റി കൂടാണ്. പള്ളി കമ്മിറ്റി കൂടാണ്. 100 ആൾക്ക് അനുവാദമുള്ളൂ. പക്ഷെ 200 ആളൊക്കെ വന്നാൽ നമ്മളെന്താ കാട്ടാന്ന് ചോദിച്ചിട്ട് അപ്പൊ കുറെ ആൾ ടോക്ക കൊടുക്കുക, കുറെ ആൾ അതാക്കാം ഇതാക്കാന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് തീരുമാനത്തിനൊക്കെ 60 ആളാണ്. അപ്പൊ ഈ കമ്മിറ്റിക്കാരി വെച്ചിട്ടുണ്ട് ഇടിച്ച് കയറി വാതിലൊക്കെ പൊളിച്ചെന്നാ വിചാരിച്ചു. 60 ആളല്ലേ. ഒട്ടുമിക്ക പള്ളികളിലും ടോക്കൺ കഴിഞ്ഞു നിർത്തിച്ചിരി. കാരണം ഇന്നിപ്പോ ഒരു ചെറുപ്പക്കാരോട് അങ്ങനെ വർത്താനം പറഞ്ഞു നമ്മളെ പള്ളിയില് പിന്നെ ഒരു 80 ആളൊക്കെ ഉണ്ടാവും. ഒരു 12:15 ഒരു 60 ആളുണ്ടാവും. പിന്നെ അത് നോക്കിയിട്ട് പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ വിളിച്ചലാണ്. ആരെ പെരയിലെ കുട്ടികളൊക്കെ വിളിച്ചലാണ്. അവരൊക്കെ വന്ന് ഇങ്ങനെ തട്ടി പിടിച്ചാൽ ഒരു 80 ആളുണ്ടാവും. തമിഴ്നാട്ടിലല്ല, മലപ്പുറത്ത്. മലപ്പുറം ജില്ലയിലല്ല, പിന്നെ അവിടെ മലപ്പുറത്ത്.
എത്ര ആളായിരുന്നു. അപ്പൊ ഈ മനുഷ്യന്മാരെവിടെ പോയി? ഉമ്മത്തിനെ പരീക്ഷിച്ചപ്പോ ഉമ്മത്ത് ഗഫ്ലത്തിൽ ആണ്ട് കിടക്കാൻ. ജുമാ പോലില്ല. ഒരു കാലത്ത് ജുമാ നഷ്ടപ്പെട്ടാൽ, 3 ജുമാ നഷ്ടപ്പെട്ടാൽ ദീനിന്ന് പുറത്തു പോകുന്നത് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് ജുമാ പിടിക്കുന്ന ആൾക്കാർ ഒന്നല്ല. മാർച്ചിൽ ജുമാ ഓഫാക്കി അന്ന് മുതൽ ജുമാ സ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ട്. എന്നാ ഓരോ ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നുണ്ട്. കല്യാണങ്ങൾക്ക് പോകുന്നുണ്ട്, നിശ്ചയങ്ങൾക്ക് പോകുന്നുണ്ട്, ഓഫീസുകളിൽ പോകുന്നുണ്ട്. വയസ്സ് കൂടുതൽ 65 വയസ്സായ ആൾക്കാർക്കൊക്കെ പറയുന്നത് വെറുതെ നിൽക്കുക. ഓരെല്ലാ സ്ഥലത്തും ഇറങ്ങിയെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്ക് മസ്ജിദിൽ വന്നുകൂടാ? എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടെങ്കിൽ മസ്ജിദ്, എവിടെ പോയില്ലെങ്കിൽ ഓക്കെ. മാർക്കറ്റിംഗ് പോകുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. ഇല്ല, എന്റെ പള്ളിയിൽ കേറ്റുന്നില്ല. നമ്മളെ തൊട്ടടുത്ത ക്ലിനിക്കില് പിന്നെ രോഗികളെ എടുക്കില്ല പറഞ്ഞാൽ ഓർക്ക് ആവശ്യമില്ല. പിന്നെ എനിക്കെന്താ ആവശ്യം തന്നെ നമ്മൾ പോരോ? നമ്മളെ തൊട്ടടുത്ത് പോകും. ഇല്ലെങ്കിൽ കോഴിക്കോട് പോണ കോഴിക്കോട് പോകും. സ്കാൻ ചെയ്യണം, കോഴിക്കോടാണ് കോഴിക്കോട്. എവിടെ പോണ അവിടേക്ക് പോകും. അത് എന്റെ ആവശ്യമാണ്. ചുമ്മാ അതൊരു 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 70 കിലോമീറ്റർ ചുമ്മാ ഇട്ടെങ്കിൽ പോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈമാനികമായി തളർന്ന് കിടക്കുകയാണ് ഈ ഉമ്മത്ത്. നല്ല ദീനുള്ള മനുഷ്യർ. ആസൂത്രിതമായിട്ടാണോ കൊറോണ വന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും പള്ളിക്കാരും സകലതും പള്ളിക്കാരും വരെയാണ് ഇങ്ങോട്ട് വരേണ്ടത്. എത്ര ദാരുണമായ അവസ്ഥയാണ് ഇതുള്ളത്. ഉടമസ്ഥനായ അള്ളാഹുമായി ബന്ധമില്ലാത്ത അവസ്ഥ. അള്ളാഹുവിനെ പേടിയില്ലേ? ഇതൊക്കെ അള്ള കാണുന്നില്ലേ? ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? കൊറോണ വൈറസിന്റെ ഉടമസ്ഥൻ ആരാണ്? ആരെങ്കിലും അലസമായി, അലസത കാരണം 3 ജുമാ ഉപേക്ഷിച്ചാൽ, ചില ഉലമാക്കൾ മുത്തവാലിയൻ തുടർച്ചയായി എന്ന് പറയുന്നത്, ചില ഉലമാക്കൾ പറഞ്ഞത് 3 ജുമാ ഒഴിവാക്കിയാൽ മതി. അവന്റെ ഹൃദയത്തെ അല്ലാഹു സീല് വെക്കും. പിന്നെ അവന് ഈമാന്റെ വെളിച്ചം കിട്ടൂല. ജുമാ സ്കരിച്ചിട്ട് എത്ര കാലായി മനുഷ്യന്മാര്. അതുകൊണ്ട് സഹോദര സ്നേഹിതന്മാരെ, ഈ സമയം ഈമാന്റെ അഹലുകാർക്കും പരീക്ഷ ഉണ്ട്. ഈമാന്റെ അഹലുകാരോട് അല്ലാഹു ചോദിക്കാണ്, ഗഫ്ലത്തിൽ കഴിഞ്ഞ് മസ്ജിദുകൾ വീറാനായി കിടക്കാൻ. അങ്ങനെ കാട് പിടിച്ചതുപോലെ ആരുമില്ല. ഇങ്ങനെ കാട് പിടിച്ചതുപോലെ പള്ളികൾ, മുഅ്മിനീങ്ങളില്ല, നിസ്കാരക്കാരില്ല. വലിയ വലിയ പള്ളിയിലൊക്കെ 5 ആള് 2 ആള് തുറന്നിട്ടും അതില്ല. ഉമ്മത്ത് വെറുതെ പേരിന്റെ പേര്. എന്നാ കല്യാണത്തിനോ പോകാതിരിക്കരുത്. 100 ആളെ പരിപാടിക്ക് 500 ആളെ പന്തല്, 700 ആളെ പന്തലാടുന്നത് ബോധപൂർവം. കല്യാണത്തിന് 500, 700, 1000 ആൾക്കാർ പങ്കെടുക്കുന്നു, നിസ്കാരത്തിന് ആളില്ല. എവിടെ ഇവിടെ പ്രശ്നം? പള്ളി എന്താണ് വൈറസിന്റെ കേന്ദ്രമോ? പള്ളിക്കൊക്കെ ആൾക്കാരുടെ ഒരു ബൈക്കുമാ വന്ന ചെങ്ങായിമാര് 2 ആൾക്കാര് ഒട്ടിപ്പിടിച്ച് വന്നതാണ്. ഓ പള്ളിയിലെത്തിയാ ഒരു 4 മീറ്റർ അപ്പുറത്ത് നിൽക്കണം, ഇല്ലയോ ഓരൊരു പൊറുതിയേട്. വരുമ്പോ തന്നെ ബൈക്കുമാർ ഒട്ടിട്ടല്ലേ വന്നത്. സൂപ്പർ മാർക്കറ്റിൽ അകലം വേണ്ട, ഒരു സ്ഥലത്തും അകലില്ല, മാർക്കറ്റുകളിൽ അകലില്ല. മസ്ജിദ് എത്തുമ്പോഴേക്കും ആൾക്കാർക്ക് ഇങ്ങനെ അകലല്ലെങ്കിൽ ബേജാറ്. അകലുണ്ടാകാണെങ്കിൽ അവിടെ ഉണ്ടാവണം. നിങ്ങൾ ഇതിനെ നിയമങ്ങളെയും ഉത്തരവുകളെയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ എല്ലായിടത്തും പോണല്ലത്. സഹോദരങ്ങളെ, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കും. ജുമാക്ക് വരാത്ത മനുഷ്യർ അവരെ വീടുകളിൽ പോയി അവരെ കണ്ടിട്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തണം. 5 കിലോമീറ്റർ പോയ ജുമാക്കുണ്ടെങ്കിൽ പോകണം. 10 കിലോമീറ്റർ ആണെങ്കിൽ വെള്ളിയാഴ്ച എന്തിനുള്ളതാണ്? വെള്ളിയാഴ്ച പഴയ കാലത്തുള്ള ആളുകൾ വെള്ളിയാഴ്ച ഒരു പണിക്കും പോകില്ല. വെള്ളിയാഴ്ച യാത്രയില്ല, വെള്ളിയാഴ്ച ഒരു പരിപാടിയില്ല, വെള്ളിയാഴ്ച ജുമാക്കുള്ളതാണ്. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع. വിശുദ്ധ ഖുർആനാണ്. ഒരു അധ്യായത്തിന്റെ പേരെന്നെ സൂറത്തുൽ ജുമഅയാണ്. നിങ്ങൾ എന്താ വിചാരിക്കണത്? ഒരു അധ്യായത്തിന്റെ പേരെന്നെ ജുമഅ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ആൾക്കാരെ. ഇവിടെ സംസാരം ഓരോട് മാത്രമേ ഉള്ളൂ, കപടന്മാരോട് സംസാരമില്ല. അള്ളാഹ് ഒരു ഭാഗത്ത് പറയുകയും അടുത്ത സ്ഥലത്തെത്തുമ്പോഴേക്കും കപടതയോടുകൂടി കപടമുഖത്തോടുകൂടി ജീവിക്കുന്നവരോട് സംസാരമില്ല. യാ അയ്യുഹന്നാസ് എന്നല്ല അല്ലാഹു വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമഅ, ജുമഅന്റെ ദിവസം നിസ്കാരത്തിലേക്ക്, വെള്ളിയാഴ്ച നിസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, നമസ്കാരത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിച്ചോളി, നിങ്ങൾ സ്പീഡിൽ പോയിക്കോളി. വദറുൽ ബൈഅ, നിങ്ങളുടെ ജീവിതോപാധികളെ ഉപേക്ഷിച്ചോളി.
കച്ചവടം ഉപേക്ഷിക്കാൻ കച്ചവടക്കാരോട് മാത്രമുള്ള സംസാരമല്ല അത്. നിങ്ങളുടെ ജീവിതോപാധി എന്താണോ അത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നതിനാണ് നദറ എന്ന് പറയുന്നത്. വെറുതെ ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്, ബോധപൂർവം ഉപേക്ഷിക്കും. അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതാണ്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ. മോൾക്ക് സ്കാനിങ് ഉണ്ടെങ്കിൽ എവിടെയും പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയും പോകും. ജുമാക്ക് മാത്രം ഞാൻ എന്റെ പള്ളിയിലേക്ക് കരവാതല്ലേ ഞാൻ പോകില്ല. എങ്ങനെ ഉണ്ടാകും? ഉള്ളോടത്ത് പോകണം. ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വേണ്ടി മുമ്പിൽ ജീവിക്കുകയാണ്. അല്ലാണ്ട് ഞാൻ ഒരു ഭർത്താവായിട്ടോ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു മകനായിട്ടോ അല്ലെങ്കിൽ ഒരു വാപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു പണിക്കാരനോ കൃഷിക്കാരനോ കച്ചവടക്കാരനായി ജീവിക്കാൻ വന്നതല്ല. ഞാൻ അള്ളാന്റെ അടിമായി ജീവിക്കാൻ വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കണം. അതുകൊണ്ട് കച്ചവടം ഉപേക്ഷിക്കും. അത് നിങ്ങൾ ഉത്തമമായതാണ്. ഈ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണെങ്കിൽ. അല്ലാത്തവരോടൊന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അള്ളാഹ് പറയാൻ നിങ്ങള് ജുമാസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപജീവനത്തിന് നിങ്ങളുടെ മൈഷത്തിന്റെ വഴിക്കും വേണ്ടി നിങ്ങൾ അധ്വാനിച്ചോളി. നിങ്ങൾ അതിന്റെ പരിശ്രമങ്ങൾ അതിനുവേണ്ടി പരത്തോളി എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പോഴും നമ്മുടെ ജുമാഅത്ത് പള്ളികൾ മുസ്ലിമീങ്ങൾ നല്ല ദീനുള്ള മനുഷ്യന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്നവർ ജുമാ നമസ്കരിക്കാതെ കഴിഞ്ഞു കൊടുക്കുന്നു. ഒരു വലിയ ഭാഗം, വലിയൊരു ഭാഗം, കുറച്ചൊന്നല്ല. ആകെ അവിടെ ദുആ കബൂലാകുന്ന മനുഷ്യന്മാരാരാണത്? ആരാ ദുആ കബൂലാകുന്ന മനുഷ്യന്മാർ? ഇസ്ലാമിയത്തിലായി നേർച്ച കുറച്ച് വയസ്സന്മാര്, പിന്നെ ചെറിയ ചെറിയ കുട്ടികൾ, 10, 12, 14 വയസ്സില്ല ചെറിയ കുട്ടികൾ. അവരെ ദുആകളാണ് കബൂലാകുന്ന ദുആകൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ മഴ പെയ്യുന്നതും ഇവിടെയുള്ള എല്ലാ സസ്യലജാതികളെ മുളപ്പിക്കുന്നതൊക്കെ അവരെ ഓർത്തിട്ടാണ്. അവരോട് ഇങ്ങോട്ട് വരേണ്ടതാണ്. അവരെങ്ങനെ പോ തടയപ്പെടും? ഇല്ല സഹോദര, ഇല്ല. കല്യാണത്തിന് വയസ്സാൾക്കാർ പോകുന്നുണ്ട്, സർക്കാരത്തിന് പോകുന്നുണ്ട്, എല്ലാത്തിനും പോകുന്നുണ്ട്. നമ്മൾ ആലോചിക്കും, എന്റെ അവതാര കൽപ്പന പൂർത്തിയാക്കിയാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നം വരുന്നത്. എത്ര മീനുകളായി പോയപ്പോൾ. അതുകൊണ്ട് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത്. ജുമാ നമസ്കാരത്തിന് വേണ്ടി ഒരു ഒഴിവ് കഴിവില്ല, പോയി ഒരു ഒഴിവ് കഴിവില്ല. അള്ളാഹുവിന്റെ ഹൃദയത്തിന് സീലും. കുറച്ച് കഴിഞ്ഞാല് വേറെ ഗഫലത്തിലേക്ക് ഉണ്ടാകാം. പിന്നെ ഈമാനോടുള്ള മരണം തന്നെ പ്രയാസകരമാണ്. എത്ര പ്രയാസകരം! ഈ ലോക്ക്ഡൌൺ വന്നു. എനിക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 23 വയസ്സുള്ള ഒരാള് ഇഷ്റാത്ത് വരെ സുബീസ്കാരം കഴിഞ്ഞാൽ ഒരു 10 ആ ഉദയം കഴിഞ്ഞ ഒരു 10-20 മിനിറ്റ് വരെ പള്ളിയിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനാണ്. ഖുർആൻ ഓതും. ഖുർആൻ എപ്പോഴും അയാളെ കയ്യിലുണ്ടാവും, എല്ലാ ഒത്തിനും ഉണ്ടാവും. മിക്കവാറും മുഅദ്ദിനില്ലെങ്കിൽ ബാങ്ക് കൊടുക്കല അയാളാണ്. ലോക്ക്ഡൌൺ വന്നു, പള്ളിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അയാളാണ് പള്ളിന്റെ സെക്രട്ടറി. അയാൾ കുറച്ച് വിട്ടൊക്കെ നിന്നു. കുറച്ച് സമയം മുമ്പ് മൂപ്പര് പറഞ്ഞു, ഇനിയിപ്പോ ഇതൊന്നും കാത്തിക്കാൻ കഴിയില്ല, ഞാൻ നിസ്കരിക്കാൻ വരികയാണ്, ഞാൻ നിസ്കരിക്കാൻ വരികയാണ്. ഞാൻ നിസ്കരിക്കാൻ വന്നു. മൂപ്പര് പള്ളി സെക്രട്ടറിയുടെ പള്ളിയില്ലേ, നിസ്കരിക്കാൻ വരും. നിസ്കരിക്കാൻ വന്ന് കുറച്ച് സമയത്ത് നിസ്കാരത്തിന് മൂപ്പര് പള്ളിയിൽ വരെ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ വന്നുകൊണ്ട് അയാളുടെ മനസ്സിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്തിനാ ഖബറിന്റെ സ്വർഗ്ഗത്തൊക്കെ മാറട്ടെ. പള്ളിയിൽ ഒന്ന് ഭാഗമൊക്കെ കൊടുത്തിരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ വയസ്സന്മാര് പള്ളി കാണാതെ മരിച്ചുപോയാൽ എന്തെങ്കിലും അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കും ഇതിനെ പറ്റി. അതുകൊണ്ട് കൂടുതൽ ചെറുപ്പക്കാരുടെ കഥ പറയപ്പെട്ട ലൈസൻസ് കിട്ടിയ മൈന ചെറുപ്പക്കാർക്ക് ഇതുമായി പോകാൻ ഇഷ്ടമില്ല. മുമ്പേ ഒരു വരലപ്പെടാം സുൽഫി ഇബ്രാഹിമ മൂസ എന്ന് പറയുമ്പോഴാണ് അള്ളാഹു കെട്ടല് ഏറ്റവും ബാക്കിലുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ കടകടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നത് കാണാം. ഇതേ ഒരു നല്ല കാലത്ത് തന്നെ ചുമ്മാ ഇപ്പോൾ ലൈസൻസ് പോയി 100 ആളെ പള്ളിയിൽ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പോയിട്ട് ഇനി ആർക്ക് രോഗം ഉണ്ടാകുന്നത്? എന്തോ ഒരു നല്ല മനുഷ്യന്മാര്. പള്ളിക്ക് മാത്രമേ രോഗം ഉണ്ടാകും. ഇവിടെ 15 കുഴപ്പമില്ല,
സൂപ്പർ മാർക്കറ്റ് കുഴപ്പമില്ല, മീൻ മാർക്കറ്റ് കുഴപ്പമില്ല, എവിടെയും കുഴപ്പമില്ല. ഇവിടെ പള്ളിയിൽ പോയിട്ട് നമ്മൾ കാരണം ഞമ്മക്ക് പേടിണ്ടായിട്ടല്ല, പിന്നെ ഞമ്മക്ക് പേടിണ്ടായിട്ടല്ല, നമുക്കൊരു പേടിയില്ല, പിന്നെ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ കാണാം. നമുക്ക് പേടിയില്ല എന്ന് പറഞ്ഞ കറക്റ്റാണ്. ആരെ അള്ളാനെ പേടിയില്ല, കറക്റ്റാണ്. അള്ളാനെ പേടിയില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അവർക്ക് എളുപ്പമായി തീരും. അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹന്മാരെ, നമ്മളിപ്പോ വിചാരിക്കണ്ടാവും ഇങ്ങനെ പോയാൽ മതി. ഇല്ല, ഈ നിൽക്കുന്ന ആൾക്കാർ, ഞാനും കെലിമന്റെ അഖിലുകാരാണ്. നിങ്ങളിൽ ബാധ്യതയാണ് മുഴുവൻ മനുഷ്യനെ കൈ പിടിക്കണം. എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനെയും പടിവാതിക്കൽ പോയി അവരെ വാതിലുകളിൽ പോയി മുട്ടി എന്നിട്ട് അവരോട് പറയും. ഇതിനുവേണ്ടി ചെറുപ്പക്കാർ സ്ക്വാഡ് ഉണ്ടാക്കി. ആരൊക്കെയാണ് ജുമാക്ക് പള്ളി വരാത്ത ആൾക്കാര്, ആർക്കൊക്കെയാണ് ജുമാക്ക് കിട്ടാത്തത്, അതിന് സ്ക്വാഡ് ഉണ്ടാക്കി. നിങ്ങള് വെറും പിരിവ് മാത്രമല്ല, അപ്പുറത്തെ കുട്ടിനെ കെട്ടിക്കാണ്ട് അതിനെന്തെങ്കിലും தெரிയുന്നത് പിരിക്കാൻ പോലും മാത്രമല്ല. ചാരിറ്റി എന്ന് പറഞ്ഞാല് നരകത്തിന്റെ തീയിന്ന് രക്ഷപ്പെടുത്തലാണ് ഏറ്റവും വലിയ ചാരിറ്റി. അതാണ്. ഗ്രൂപ്പായി, സംഘങ്ങളായി കൂട്ടുകാരെടുക്കലേക്ക് പോയി. ഈ ജുമാക്ക് എവിടെയല്ലോ പറയും, ജുമാക്ക് പോയിട്ട് കുറെ ദിവസം നമ്മളെ പള്ളിയിട്ടോ, എന്നാ ഈ പള്ളിയിൽ ആള് കുറവാണ്, അവർക്ക് പോയിക്കോ. ബൈക്കുണ്ട് എല്ലാരേലും, എണ്ണുണ്ട് എല്ലാരേലും, അല്ലെങ്കിൽ വണ്ടി ഏർപ്പാടാക്കി ഒരു കൂട്ടി കൊണ്ടുവരും, തുടങ്ങി ശാലയേക്കാൻ പിന്നെ ഒരു വന്നോളൂ. അതുകൊണ്ട് ഇപ്പോഴും ജുമാക്ക് പള്ളിയിൽ ഹാജരാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പിന്നിൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഫിക്ർ ചെയ്തിട്ടില്ലെങ്കിൽ, അവരെ പറ്റിയുള്ള ഒരു ചിന്തയോ വേദനയോ ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദുരന്തങ്ങൾ, അവന്റെ ഭാഗത്തുള്ള ശിക്ഷകൾ വന്നാൽ പിന്നെ അതിൽ നല്ലവരും ചീത്തവരും ഉണ്ടാവില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞങ്ങളിൽ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ഉണ്ടായിരിക്കവേ നാശം സംഭവിക്കുമോ? സാലിഹീങ്ങളും മുത്തഖീങ്ങളും കണ്ട് അതിന്റെ ഇടയിൽ നാശം സംഭവിക്കുമോ? നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ഥശക്തിക്കിടമില്ലാതെ എന്ന് വെച്ചാൽ ആലോചിക്കും കൂടി ചെയ്യാതെ നബി തന്നെ സാഹിബ് പറഞ്ഞു, അതെ സാലിഹീങ്ങളും മുത്തഖീങ്ങളും ഉണ്ടായിരിക്കവേ നാശം ഉണ്ടാവും എന്ന് പറഞ്ഞു. സാലിഹീങ്ങളും മുത്തഖീങ്ങളും ഉണ്ടായിരിക്കാൻ നാശം ഉണ്ടാവും. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മകൾ അധികരിച്ചാൽ, എന്താ പറഞ്ഞത്? തിന്മകൾ അധികരിച്ചാൽ എന്തുണ്ടാവും? നാശണ്ടാവും. പിന്നെ സാലിഹീങ്ങളെ ആഖിറത്തിൽ അവർക്ക് അതിന്റെ പ്രതിഫലവും അതിന്റെ ദർജയുണ്ടാവും. ദുനിയാവിലെ നാശത്തിൽ അവരും കുടുങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകൾ അധികരിക്കാൻ എന്താ? നമ്മൾ തിന്മാന്ന് കേട്ടാൽ കഞ്ചാവ്, കള്ള്, വ്യഭിചാരം, മോഷണം ഇതൊക്കെയാണ്. ഏറ്റവും വലിയ പാപം താരങ്ങൾക്ക് ഏറ്റവും വലിയ പാപം നിസ്കാരം ഒഴിവാക്കാനാണ്. എന്താണ്? നിസ്കാരം ഒഴിവാക്കാനാണ്. മക്കൾ എഴുതുന്നുണ്ട്, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ കള്ളുടിയിൽ നിസ്കരിക്കുന്നു. കള്ളുടി ഒരു തെറ്റാണ്, നിസ്കാരം ഉപേക്ഷിക്കൽ അതിനെക്കാളും വലിയ തെറ്റാണ്. ഒരുത്തന്റെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളോട് നിസ്കാരം പോയാൽ ഭാര്യ മക്കളൊക്കെ, ഒരാളെ ഭാര്യ മക്കളൊക്കെ, നമ്മളെല്ലാവരും അപ്പമാരാവട്ടെ, മക്കൾ ഒരു ആക്സിഡന്റിൽ എല്ലാവരും പാടും മരിച്ചുപോയി. അതിന്റെ പുര ഇടിഞ്ഞു പൊളിഞ്ഞിട്ടാണ് മരിച്ചത്. അങ്ങനെ അവൻ ഒറ്റക്കായി. നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും അവനോട്, എത്ര കരുണുണ്ടാവും, എത്ര പാവം തോന്നും അവനോട്. വർഷനാച്ചങ്ങായ എല്ലാവരും വെച്ച് ഭാര്യയും കുട്ടികളും ഉമ്മയും ബാപ്പിയും അവന്റെ പെരയിടിഞ്ഞു പോയി, അവന്റെ കാറും പോയി, എല്ലാം പോയി. ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര കഷ്ടപ്പാടാണ്, എത്ര സങ്കടപ്പെടും നമ്മൾ അവർക്ക് വേണ്ടിട്ട്. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്തിന്റെ നാവുകൊണ്ട് പറയാണ്, മൻ ഫാതത്ഹു സലാത്തുൻ ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. ആരെങ്കിലും ഒരു വക്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ സമ്പത്തും അവന്റെ കുടുംബങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയതിന് തുല്യമാണ്. അപ്പൊ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടവന് തുല്യമായിട്ട് നിൽക്കുകയാണ്. ആഖിറത്തിൽ എത്തുമ്പോഴാണ് ഒറ്റപ്പെടൽ വ്യക്തമായി ബോധ്യമാകുക. അതുകൊണ്ട് മനുഷ്യന് നിസ്കാരം ഉണ്ടാവണം. നിസ്കാരം ഉപേക്ഷിക്കൽ വലിയ തെറ്റാണ്. നമ്മുടെ കള്ളുടിക്കലാണ് തെറ്റ്. കള്ളുടിക്കലിനേക്കാളും വലിയ തെറ്റ് നിസ്കാരം ഒഴിവാക്കലാണ്. ബാപ്പ പറയണേ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ഓൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല. അതെന്താണ്? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ഇത് നാളെ കൊണ്ടേ കൊടുത്തേണ്ടി ഓൻ കൊണ്ടേ കൊടുത്തില്ല. ആ കൊണ്ടേ കൊടുക്കാക്കുക എന്നുള്ളത് എന്താണ്?
തെറ്റാണ്. നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് തെറ്റാണ്. തെറ്റല്ലെങ്കിൽ പിന്നെ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ എന്തുണ്ടാവില്ല? ശിക്ഷ ഉണ്ടാവില്ല. പക്ഷെ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ എത്ര ശിക്ഷ ഉണ്ട്? നിസ്കാരം ഉപേക്ഷിച്ചവന്റെ പേരിൽ ഒരുപാട് ശിക്ഷകളുണ്ട്. ഹദീസിൽ ഒരുപാട് ശിക്ഷകൾ വരുന്നുണ്ട്. നിസ്കാരം ഉപേക്ഷിച്ചവന്റെ ഒന്നാമത്തെ ശിക്ഷ, അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. എത്ര കോടി ഉണ്ടാക്കിയാലും ഒരു ബർക്കത്ത് എന്ന സാധനം ഉണ്ടാവില്ല. പൈസ ഇഷ്ടമാണോ? ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം ഇത്രയേ പൈസ വരുന്നുണ്ട്, പക്ഷെ എവിടെ കാണില്ല. അവനോട് വെറുതെ ചോദിച്ചാൽ മതി നിസ്കാരം എങ്ങനെ? നിസ്കാരം ഉണ്ടാവില്ല. പിന്നെ എത്ര ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വരെ നോട്ട അടിച്ച് കൊടുത്തു തുടങ്ങിയാലും ഓന്റെ പ്രശ്നം തീരില്ല. ഈ കള്ളനോട്ട കഴിച്ചിട്ട് ആൾക്കാർക്കുള്ള പ്രശ്നം തീരണ്ടേ? തീരുണ്ടോ? തീരില്ല. തീരില്ല. നിസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നെ ഓന്റെ കാര്യം എടുക്കാനില്ല. ഉമ്മത്ത് നിസ്കാരം ആരാ നിസ്കരിക്കണല്ലേ? മുമ്പ് മഗ്‌രിബിന്റെ സമയത്തൊക്കെ അങ്ങാടിയിൽ നിന്ന് ആ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പള്ളിയിൽ പോകുമെങ്കിൽ കയറി നിസ്കരിച്ചെന്നെ. ഇപ്പൊ എല്ലാവരും പള്ളിയിൽ പോലുമില്ല. ഇപ്പൊ പള്ളി വീറാനായി. അതുകൊണ്ട് ഇന്ത്യങ്ങളിൽ പണിയാണ് സംഘം ചേർന്ന് ആൾക്കാരുടെ ജമാഅത്ത് നമസ്കാരത്തിന്റെയും ജുമാ നമസ്കാരത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഫിക്ർ വെക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ആൾക്കാരെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാതാവും. ആളുകൾ മുർത്തതായി പോവാന്ന് പറഞ്ഞത് ഇങ്ങനൊക്കെ തന്നെയാണ്. ഇങ്ങനെ ദീനിന്ന് പതുക്കെ പോയി നിസ്കാരമൊന്നും വലിയ അതിൻ്റെതായി. ഇപ്പം എന്നെ ചെറിയ കുട്ടികൾക്കൊന്നും ഇപ്പൊ പരിചയം ഉണ്ടാവില്ല. എന്ത് പള്ളിയിൽ പോയിട്ട് കൊണ്ടുപോയിട്ടൊന്നും പരിചയം ഉണ്ടാവില്ല. ഓലൊന്നും കൊണ്ടോണ്ടാറി. അങ്ങനെ ഓല് വരൂല. അങ്ങനെ ഓൾക്ക് പള്ളി പരിചയമില്ലാതായി. അതുകൊണ്ട് ഈ ഒരു കാര്യം നല്ലതുപോലെ ആലോചിക്കുകയും ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. ഇതിനു വേണ്ടി പ്രത്യേക വിഭാഗം വരാനില്ല. ആരെന്നെയാണ് ഈ ഇരിക്കണ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നതിനെ പറ്റി. നിങ്ങൾക്കൊരു ജീവനില്ലല്ലോ. എന്ന് പറഞ്ഞത് അള്ളാന്റെ ഭാഗത്ത് വലിയ പ്രതിഫലമുള്ള ഒരു അമലാണ്. ഒരു മുഅ്മിൻ ഒരു നിയ്യത്ത് വെച്ചാൽ ആ നിയ്യത്തിനെ അള്ളാഹു സ്വീകരിക്കും. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിന്റെ നിയ്യത്ത് അവന്റെ അമലിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. എന്ന് വെച്ചാൽ അവന്റെ നിയ്യത്ത് അത്ര ഉറപ്പും മനക്കത്തിലാണ്. ഞാൻ എടുക്കണം. ഞാൻ ഇന്ന് ഈ ആഴ്ച അടുത്ത ആഴ്ചന്റെ ഉള്ളിലായിട്ട് ജുമാക്ക് പോകാത്ത ആരെങ്കിലും ഒക്കെ വയസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ ഈ ജുമാക്ക് പോകാത്ത ചെറുപ്പക്കാരോ ഓരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ജുമാന്റെ കാര്യത്തിൽ എന്തെങ്കിലും തർത്തീബ് ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് അതിന്റെ തർത്തീബ് ഉണ്ടാക്കണം. ചെയ്യും. അന്ന് നമുക്ക് അമൽ ചെയ്യാൻ തോന്നുകയുമാകട്ടെ. നമ്മളെ നിസ്കാരത്തിന്റെ കാര്യം, ജമാഅത്തായിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്തായിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ തോന്നുകയുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.